ഓസ്. ആയിക്കോട്ടെ. കോഴ്സിനകത്ത് ആദ്യം വരുന്ന സാധനമുണ്ടോ, സ്പ്ലിറ്റ് ലൈൻ എന്ന് പറയും. അതുകൊണ്ട് കഴിഞ്ഞ് സോളിഡ് കഴിഞ്ഞു. ഞാൻ അതുകൊണ്ട് കഴിഞ്ഞ് നിർത്താനാണ് ഉദ്ദേശിച്ചത്. സോളിഡ് മോഡലിംഗ് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഒരു ഷീറ്റ് മെറ്റൽ ആണോ, ആ, പിന്നെ സിലബസ് നോക്കണം. എന്നിട്ട് ഒരു അസംബ്ലി ഉണ്ട്, ഷീറ്റ് മെറ്റൽ ഉണ്ട്. അസംബ്ലി, ഷീറ്റ് മെറ്റൽ, ഡ്രാഫ്റ്റിംഗ്, ഇത്ര സാധനങ്ങളാണ് വരുന്നത്. ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇതും കൂടെ കഴിഞ്ഞിട്ട് നിർത്താം. ഇത് ഇന്ന് ചെയ്ത് നോക്കണം കേട്ടോ, എന്തൊക്കെയായാലും. വൈകിട്ട് നീ ചെയ്യുന്നതിനെ വിളിച്ചാൽ മതി, ഞാൻ ഓൺലൈൻ നിൽക്കാം, കുഴപ്പമില്ല. ഇന്ന് വൈകിട്ട് വലിയ പരിപാടിയൊന്നും ഇല്ല. പക്ഷെ നാളെ ഓഫ് ഷിറ്റ്, നാളെ വീണ്ടും ഒരു കോളേജ് ഉണ്ട്. നാളെ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു, ഇവിടുന്ന് മൂവാറ്റുപുഴയൊക്കെ പോണ ഒരു റൂട്ടാണ്. മൂവാറ്റുപുഴ കാലടി കഴിഞ്ഞ് പോണം. കാലടി കഴിഞ്ഞിട്ട് വേണം അയിര് അയ്യൂര് മണ്ണൂര് എന്നൊക്കെ പറഞ്ഞ സ്ഥലം കേട്ടോ. മണ്ണൂര്, മണ്ണൂര്, ഏ മണ്ണൂര്, ഐരപ്പുറം, ഐരപ്പുറം, അങ്ങനെയാണ് സ്ഥലപ്പേര്. നോക്കിയത് ഇവിടെ ഷെല്ല് റിബ്, പാറ്റേൺ നോക്കി. ഇപ്പൊ ഈ ഫേസ് കണ്ടോ, ഇത് ഒരു ഒറ്റ സെലക്ഷൻ ആ കംപ്ലീറ്റ് ഫേസ് വരുമല്ലേ. എനിക്ക് ഒരു പെർട്ടിക്കുലർ പോർഷൻ മാത്രം സെലക്ട് ചെയ്യണമെന്ന് ഇരിക്കട്ടെ. ശരിക്കും അതിനു വേണ്ടിയാണ് ആര് ഉപയോഗിക്കുന്നത്, സ്പ്ലിറ്റ് ലൈൻ ഉപയോഗിക്കുന്നത്. അത് എനിക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ ആവാം, സർക്കിൾ ആവാം, റെക്ടാങ്കിൾ ആവാം, ഒരു ലൈൻ ആവാം, എന്ത് വേണേ ആവാം. എക്സിറ്റ് സ്കെച്ച് ഞാൻ ചുമ്മാ വരച്ചു ഈ ഫേസിൽ. കേഴ്സിനകത്ത് പോയി സ്പ്ലിറ്റ് ലൈൻ എടുത്തിട്ട് സ്കെച്ചായിട്ട് ഞാൻ ഇത് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ ഫേസ് ടു സ്പ്ലിറ്റ് ആയിട്ട് ഇത് പറഞ്ഞു കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നോക്കി അവിടെ വേറെ സെലക്ഷൻ വന്നണ്ട. നേരത്തെ ഫുൾ സെലക്ഷൻ ആയിരുന്നു, കണ്ടോടാ. കണ്ടാ, എന്തോ ഇവിടെ കാണിക്കാം. ഈ ഫേസ് ഇത് ഒറ്റ സിംഗിൾ സെലക്ഷനാ. എനിക്ക് അവിടെ വേറൊരു ഫേസ് മാത്രമായിട്ട് സെലക്ട് ആവണം. ഈ ഫേസ് സെലക്ട് ചെയ്ത് സ്കെച്ച് കൊടുത്തു. എന്നിട്ട് ഞാനൊരു ലൈൻ ഇവിടെ വരച്ചു. ഓക്കെ, എക്സിറ്റ് ചെയ്തു. ലൈൻ ഉണ്ട്, ഫേസ് ഉണ്ട്. എനിക്ക് ഇവിടുന്ന് രണ്ട് ഇപ്പൊ നോക്കി, ശ്രദ്ധ പോലെ ഒരു സെലക്ഷനാ. ഒന്നും വേണ്ട, അത് നമുക്ക് ആവശ്യമില്ല. ഞാൻ ഡിഫൈൻ ചെയ്താൽ നല്ലത്. ദേ, ഞാൻ ഈ ഫേസ്, ഈ സ്കെച്ച് സെലക്ട് ചെയ്തു. സ്കെച്ചായിട്ട് ഈ സ്കെച്ച് സെലക്ട് ചെയ്തു. എന്നിട്ട് ആ ലൈൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഫേസ് ആയിട്ട് ഈ ഫേസിനെ പറഞ്ഞു കൊടുത്തു. ഓക്കെ പറഞ്ഞു കൊടുക്കുക. നോക്കിയോ, ഇപ്പൊ കണ്ടോ. ഓക്കെ പറഞ്ഞാൽ ഞാൻ വേറെ എവിടെയെങ്കിലും മാറ്റി ഒന്ന് ക്ലിക്ക് ചെയ്തേ. ഇത് കണ്ടോ, അവിടെ വേറെ സെലക്ഷൻ വന്ന കണ്ടോ. എനിക്ക് അതിനകത്ത് ഫേസിന് ഞാൻ ഈ ഫേസും ഈ ഫേസും സെലക്ട് ചെയ്തായിരുന്നെങ്കിൽ ആ രണ്ട് ഫേസിനും വന്നേനെ ആ ഫേസ് സെലക്ഷൻ. ഓക്കെ, ഇവിടെ വേറെ സെലക്ഷൻ, ഇവിടെ വേറെ സെലക്ഷൻ. അങ്ങനെ ഒരു പെർട്ടിക്കുലർ സെലക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയാ. അതുകൊണ്ട് പല ഉപയോഗമുണ്ട് നമുക്ക്. ഇനി എന്തെങ്കിലും കമ്പനി ലോഗോയോ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയലോ കളറോ ഒക്കെ കൊടുക്കാൻ നേരത്ത് എനിക്ക് ആ റീജിയന് മാത്രമായിട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ പെയിന്റ് ഈ ഫേസിന് മാത്രമായിട്ട് ഞാൻ ആ കളർ കൊടുത്തതുണ്ടോ. കളറൊക്കെ എങ്ങനെ കൊടുക്കണേ, കളറൊക്കെ നമുക്ക് കൊടുക്കണമെന്ന് പറയാം കേട്ടോ. നല്ല ഇവിടെ കളറല്ലേ, കാണാൻ വേണ്ടി കളർ കൊടുക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളാണ് ഈ സ്പ്ലിറ്റിനകത്ത് വരുന്നത്. പിന്നെ വരുന്ന സാധനമുണ്ട്, പ്രൊജക്ട് കർവ് എന്ന് പറയും. പ്രൊജക്ട് കർവ് എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു നല്ലൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമുക്ക് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഇരിക്കട്ടെ.
എനിക്ക് ഈ ഫേസിൽ ഒരു കർവ് കൊണ്ടുവരണം. ഒരു കർവ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. പറ്റുമോ? ഈ ഫേസിൽ സൗണ്ട് ബോക്സിലെ സംഭവം എന്തെങ്കിലും സാധനം കാണും. അത് തന്നെയാണ് നമ്മൾ പ്ലെയിൻ ഉണ്ടാക്കണ്ട. ഞാൻ ദേ, കാരണം അതൊരു സർക്കുലർ ഫേസ് ആണ്. ആ ഫേസിനകത്ത് എങ്ങനെ കൊണ്ടുവരും? അതിനാണ് നമ്മുടെ ഈ ടൂള്. എനിക്ക് ഞാനിപ്പോ ഇവിടെ ചുമ്മാ ഒരു സ്പ്ലൈൻ വരയ്ക്കുക. ഇല്ല, വരച്ചില്ല. അത് ഒഴിവാക്കി. അത് സ്പ്ലൈൻ വരച്ച് കാണിച്ചിട്ട് സർക്കിൾ കൊണ്ടുള്ള പരിപാടി കാണിക്കാം. അത് നിനക്ക് സാധനം മനസ്സിലാവട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ വലിയൊരു ഫിഗറിലേക്ക് വരാം. എനിക്ക് എക്സിറ്റ്. എന്നിട്ട് കേഴ്സിനകത്ത് പോയിട്ട് പ്രൊജക്ട് കർവ് എടുത്തു. രണ്ട് ഓപ്ഷൻ ഉണ്ട്. സ്കെച്ച് ഓൺ ഫേസ് ഉണ്ട്, സ്കെച്ച് ഓൺ സ്കെച്ച് ഉണ്ട്. സ്കെച്ച് ഓൺ ഫേസ് ആണെങ്കിൽ സ്കെച്ച് ആയിട്ട് ഇതും ഫേസ് ആയിട്ട് ഈ ഫേസും പറഞ്ഞു കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ കർവ് ഇങ്ങോട്ട് പ്രൊജക്ട് ആയത് കണ്ട, ആ കർവ് ഈ ഫേസിലേക്ക് വന്നാണ്ടോ. അതാണ് പ്രൊജക്ട് കർവിന്റെ അകത്തെ ഒരു ഓപ്ഷൻ. സ്കെച്ച് ഓൺ ഫേസ്. ഇനി അത് തന്നെ ഞാൻ വേറെ രീതിയിൽ കാണിച്ചു തരാവേ. കുറച്ചും കൂടെ നല്ലൊരു ഫിഗർ. അതിനാണ് ഞാൻ നമ്മളത് ഈ ഫേസിന് സ്കെച്ച് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഞാനൊരു ചെറിയൊരു സർക്കിൾ ഞാൻ ഇവിടെ വരച്ചു. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേറൊരു ലൈൻ. നമ്മുടെ പഴയ ബോളൊക്കെ ഓർമ്മയുണ്ടോ? ഒരു വിക്കിയുടെ ബോള്. ഇവിടെ ഒരു ചോപ്പിലൊരു വെള്ള വരയൊക്കെ ആയിട്ടുള്ളൊരു ബോൾ. നമ്മുടെ ധവന ഉണ്ടാക്കാൻ നോക്കുക. ഓക്കെ, എക്സിറ്റ്. എന്നിട്ടത് കേഴ്സിനകത്ത് പോയിട്ട് പ്രൊജക്ട് കർവ് എടുത്തു. സ്കെച്ച് ഓൺ ഫേസ്, സ്കെച്ച് ആയിട്ട് ഇതും ഫേസ് ആയിട്ട് ഈ ഫേസും. എനിക്ക് ആ ഫേസിലേക്ക് ഒരു ഡയറക്ഷൻ അല്ല, ബൈ ഡയറക്ഷനിൽ ഞാൻ പ്രൊജക്ട് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പ്രൊജക്ട് ചെയ്തു. കണ്ടാ? ഇനി എനിക്ക് ഇത് ആ കെർവിനെ യൂസ് ചെയ്ത് ഞാൻ ഒരു സ്വൈപ്പ് കട്ട് ചെയ്യാൻ പോവാ. ഫീച്ചേഴ്സിനകത്ത് സ്വെപ്റ്റ് കട്ട്, സർക്കുലർ പ്രൊഫൈൽ ആണല്ലോ. സർക്കുലർ പ്രൊഫൈല് പാത്ത് ഇത്. ഇല്ല ഇല്ല, പാത്ത് സെലക്ട് ആവുന്നില്ല. സെലക്ഷൻ ഒരു ക്രോസ് സെക്ഷനും കൂടെ വരച്ചു കൊടുത്തിട്ടാണ് കേട്ടോ. ഓട്ടോമാറ്റിക് ആയിട്ടുള്ളത് നമുക്ക് എടുക്കുന്നില്ല. അപ്പൊ ഒരു ക്രോസ് സെക്ഷനും കൂടെ വരച്ചു കൊടുത്തിട്ട് ഞാൻ കട്ട് ചെയ്യാൻ പോവാ. പക്ഷെ ക്രോസ് സെക്ഷൻ ഇല്ലാതെ അത് ആവേണ്ടതാണ്. വേറെന്താ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. പിയേഴ്സ് ടൂൾ ഓർമ്മയുണ്ടോ? പിയേഴ്സ് കോയിൻസിഡന്റ് തന്നെ, പക്ഷെ രണ്ട് ഫേസുകൾ രണ്ട് പ്ലെയിനിലിരിക്കുന്ന ഫേസുകൾ തമ്മിൽ സ്വീപ്പിനകത്താണ് നമ്മൾ അത് പഠിച്ചത്. നോക്കട്ടെ ഒരു മിനിറ്റ്. എനിക്ക് അത് ക്ലോസ്ഡ് ആയതുകൊണ്ടല്ല, ഞാനിപ്പോ അതിന് പകരം നടുക്കുള്ള പ്ലെയിൻ കൊണ്ടല്ല ഞാനിപ്പോ ക്രിയേറ്റ് ചെയ്തത്. ഞാൻ അത് മാറ്റിയിട്ട് ഞാൻ പുറത്തേക്ക് ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്ത് അതിനകത്തൊന്ന് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ആ, നടുക്കത്തെ ഫേസിലാണ് ഞാൻ ആ ഇത് വരച്ചത്. അതിന് പകരം കുറച്ചും കൂടി ഇങ്ങോട്ട് മാറ്റിയിട്ട് ഒന്ന് വരച്ചു നോക്കട്ടെ. പറഞ്ഞ പോയിന്റ് മനസ്സിലായോടാ? ഞാൻ പറഞ്ഞ സംഭവം മനസ്സിലായോ?
നേരത്തെ ഈ സ്കെച്ച് വരച്ചത് ഇതിന്റെ നടുക്കുള്ള ഒരു പ്ലെയിനിലായിരുന്നു വരച്ചത്. സംഭവം രണ്ടും ഒന്ന് തന്നെ വരുള്ളൂ. സ്പ്ലിറ്റ് അല്ല, പ്രൊജക്റ്റ് കർവ്. സ്കെച്ച് ഓൺ ഫേസ്, സ്കെച്ച് ആയിട്ട് ഇത്, ഫേസ് ആയിട്ട് ഇത്. ഇപ്പൊ അത് എടുത്ത് കേട്ടോ. എനിക്ക് ഇപ്പൊ ഞാൻ പുറത്തേക്ക് മാറിയിട്ട് ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്ത്, എന്നിട്ട് ഞാൻ അതിനെ സെലക്ട് ചെയ്തിട്ട് ഒരു കട്ട് കൊടുക്കുക. അതിന് സർക്കിൾ വെച്ചാൽ സർക്കിൾ പ്രൊഫൈൽ എന്ന ടൂൾ ഡയറക്റ്റ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച്. ക്രോസ് സെക്ഷൻ സർക്കിൾ ആണെങ്കിൽ നമ്മൾ വരയ്ക്കേണ്ട കാര്യമില്ലല്ലോ. കണ്ട, ഇനി ഇവിടെ ടെന്നീസ് ബോൾ ആക്കണം. ഇവിടെ മെറ്റീരിയൽ വേറെ കൊടുത്താൽ മതി. റിയലിസ്റ്റിക് വ്യൂ കൂടെ അങ്ങോട്ട് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ്ട് നമുക്ക് ഇമേജ് ഒക്കെ ആക്കി മാറ്റിയെടുക്കണം. ഇതാണ് റെൻഡറിങ് എന്ന ഐറ്റം വരുന്നത്. കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു സാധനം നമുക്ക് കൊണ്ടുവരാൻ വേറെ വഴിയില്ല, കാരണം ഇതൊരു കേർഡ് ഫേസ് അല്ലേ. ആ ഫേസിൽ നമുക്ക് ഒരു സാധനം വരയ്ക്കാൻ പറ്റില്ലല്ലോ. കേർഡ് ആയിട്ടുള്ള ഫേസിൽ എനിക്ക് ഒരു സാധനം വരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ഉപയോഗിച്ചു? പ്രൊജക്ടർ ഉപയോഗിച്ചു. അത് ഇപ്പൊ ഒരു സ്പിയറിനകത്ത് ഉപയോഗിച്ചു. അതേപോലെ ഞാൻ ഒരു സിലിണ്ടറിനകത്ത് കാണിച്ചു തരാം, സെയിം തന്നെ. കുറച്ചും കൂടെ ഒരു ടൂൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. എടാ അത് ഈ സോൾഡ് വർക്ക്സ് സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, കുറെ ടൈപ്പ് കമ്പനികൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഭയങ്കര മെക്കാനിക്കൽ അല്ലാതെ ഒരു ചില ഇപ്പം ഒരു ഷൂസ് ഡിസൈൻ ചെയ്യുന്നവര്, ബാഗ് ഡിസൈൻ ചെയ്യുന്നവര്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? അവർക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ കുറച്ചും കൂടി ഫാൻസ്. ഏഹ് ആ അങ്ങനത്തെ അവിടെയൊക്കെയാണ് ഇതിന്റെ ഒരു കൂടുതൽ പർപ്പസ് വരുന്നത്. അല്ലാത്തടത്തൊക്കെ ഇത് നിങ്ങൾ ആലോചിക്കുക, ഏത് മെക്കാനിക്കൽ പ്രൊഡക്റ്റിനും ഇതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ വരുന്നത്. എന്നൊക്കെ ഇപ്പൊ ഇതേപോലൊരു സാധനം എനിക്ക് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യണം. കേഴ്സ്, പ്രൊജക്റ്റ്, സ്കെച്ച് ഓൺ ഫേസ്, സ്കെച്ച് ഇത്, ഫേസ് ഇത്. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു പുതിയ പുറത്തേക്ക് ഒരു പ്ലെയിൻ എടുക്കുന്നതിന് പകരം ഞാൻ ഇങ്ങനെ നടുക്കുള്ള പ്ലെയിനിൽ തന്നെ നമുക്ക് വേണ്ട സാധനം വരച്ചു. അപ്പൊ അവന്മാർ സമ്മതിച്ചില്ല, അവന്മാർ എന്തോ വിഷയം ഉണ്ടാക്കി. അത് തന്നെ. ഓക്കെ, എന്നിട്ട് ഇതിനെ നമുക്ക് അവിടെ സ്വീപ്പ് കട്ടോ എന്ത് വേണം ചെയ്യാം. അപ്പൊ അതാണ് സ്പ്ലിറ്റ് ലൈനും പ്രൊജക്ട് കർവും വരുന്നത്. പ്രൊജക്ട് കർവിനകത്ത് വേറെ സാധനം കൂടെ ഉണ്ട്. ഇതിപ്പോ ഞാൻ ഒരു സ്കെച്ചിനെ ഒരു ഫേസിലേക്കാണ് പ്രൊജക്ട് ചെയ്തത്. ഇനി രണ്ട് സ്കെച്ചുകൾ തമ്മിൽ നമുക്ക് പ്രൊജക്ട് ചെയ്യാം. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയാം. അതെ, എനിക്ക് ഒരു ഫിഗർ ടോപ്പ് വ്യൂ നിന്ന് ഇങ്ങനെ ഒരു സർക്കിൾ ആയിട്ടാണ് തോന്നുന്നത്. അത് ഫ്രണ്ട് വ്യൂ എന്ന് പക്ഷെ എനിക്ക് തോന്നുന്നത് 150 ഞാനിപ്പോ എടുത്തേ.
എനിക്ക് ഇങ്ങനെ ഒരു സ്പ്ലൈൻ ആയിട്ടാണ് തോന്നുന്നത്. ഓ ഉറങ്ങില്ലടാ. 150 200 എടുത്തത്. ഉം. ഇങ്ങനെ എക്സിറ്റ്. ഇനി കേഴ്സിനകത്ത് പ്രൊജക്ട് കർവിനകത്ത് സ്കെച്ച് ഓൺ സ്കെച്ചാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്കെച്ചായിട്ട് ഇത്, സെക്കൻഡ് സ്കെച്ചായിട്ട് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 3D ആവും. ഇത് ടോപ്പിൽ നിന്ന് എങ്ങനെയാണെന്ന് നോക്കുക നമുക്ക്. സർക്കിളായിട്ടും നല്ല വൃത്തിയായിട്ടുള്ള ഒരു സർക്കിള്. പക്ഷെ ഫ്രണ്ടിൽ നോക്കാൻ നേരത്ത് ഒരു വൃത്തിയട്ട കർവ്. ഇങ്ങനത്തെ ജോമെട്രീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അത് 3D നോക്കാൻ നേരത്ത് ഇങ്ങനെ ഇരിക്കും. അതിൽ കൂടെ എനിക്ക് സ്വീപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ സ്വീപ്പ് ചെയ്യാം. സ്വീപ്പിനകത്ത് പോയിട്ട് സർക്കുലർ പ്രൊഫൈൽ എടുത്തു പാത്തായിട്ട് ഇത് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഒരു റേഡിയസ് 1.25 സംതിങ്, അല്ലെങ്കിൽ 1.25 വേണ്ട, ഒരു 12 ഉണ്ടാ. ഇങ്ങനത്തെ ഫീച്ചർ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വേറെ രീതിയിൽ? നോ വേ, നോ അതർ വേ. ഇനി വരുന്ന ഒരു ഫിഗർ ഉണ്ട്, കോമ്പോസിറ്റ് കർവ് എന്ന് പറയും. കോമ്പോസിറ്റ് കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് കർവ്സിനെ കണക്ട് ചെയ്തിട്ട് എനിക്ക് ഒരൊറ്റ കർവ് ആക്കാൻ വേണ്ടിയാ. ഡിഫറെന്റ് കർവ് എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു കർവ്. 3D സ്കെച്ച് ഓർമ്മയുണ്ടോ? കാണിച്ചു തരാം, കാണിച്ചു തരാം. ഇങ്ങനെ ഒരു കർവ്. ഇതിപ്പോ രണ്ട് കർവ് അല്ലേ, എനിക്ക് ഇത് രണ്ടെണ്ണം കൂട്ടി ഒന്നാക്കണം. ഈ സ്കെച്ചിനകത്ത് ഇവിടെ ഡ്രോപ്പ് ഡൗൺ ചെയ്യാൻ 3D സ്കെച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് ഞാൻ ഇപ്പൊ വരയ്ക്കുന്നതൊക്കെ ഒരു പ്ലെയിനിലാണ്. 3D സ്കെച്ച് എനിക്ക് ഒരു പ്ലെയിനിലല്ല, എനിക്ക് പല പല പ്ലെയിനിൽ വരയ്ക്കാം. നോക്കി, ഇപ്പൊ ആ കർസറിന്റെ സൈഡിൽ XY കണ്ടോ? എന്ന് വെച്ചാൽ ഞാനിപ്പോ വരയ്ക്കുന്നതൊക്കെ XY പ്ലെയിനില്ല. ഞാനൊരു ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയിൻ മാറി, ZX പ്ലെയിൻ ആയി. ഒന്നും കൂടെ ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പിന്നെയും പ്ലെയിൻ മാറി, അതിപ്പോ ഒരു ZX പ്ലെയിൻ ആയി. എനിക്ക് അതൊരു പ്ലെയിൻ അല്ല വരച്ചേക്കുന്നത്, റൊട്ടേറ്റ് ചെയ്ത് അറിയാം, അത് പല പ്ലെയിനിലായിട്ടാണ് ആ സാധനം നിൽക്കുന്നത്. കണ്ടോ? ഞാൻ ഇതും കൂടി ഒരു ടാൻജൻസി കൊടുക്കുക. ടാൻജൻസി കൊടുക്കാനത്ത് ഇവിടെ ടാൻജന്റ് ഇല്ലല്ലേ? ഓക്കെ. അപ്പൊ ഇത് ഈ ആദ്യം ഈ 3D സ്കെച്ച് നോട്ട് ചെയ്തോ കേട്ടോ. 3D സ്കെച്ച് നോട്ട് ചെയ്തോ നമ്മൾ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. 3D സ്കെച്ചിന്റെ സംഭവം എന്ന് വെച്ചാൽ സാധാരണ 2D വരയ്ക്കുന്നതിന് പകരം 3D വരയ്ക്കുന്നു. ഒരു ഡ്രോപ്പ് ഡൗൺ ചെയ്യുക, 3D സ്കെച്ച് എടുക്കുക, XY പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ നോക്കിയേ, ഞാനിപ്പോ ഒരു ലൈനാണ് വരയ്ക്കുന്നത്. പക്ഷെ ഇപ്പൊ വരയ്ക്കുന്നത് നോക്കിയേ XY പ്ലെയിനിലാണ് വരയ്ക്കുന്നത്. ഞാൻ ഒന്നും കൂടി ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയിൻ മാറി. ആക്സിസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ വരയ്ക്കുന്നത് ZX പ്ലെയിനിലാണ് വരയ്ക്കുന്നത്. ഒന്നും കൂടെ ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്ലെയിനായി. അത് ഫുള്ളായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. കണ്ടാ? അപ്പൊ ഞാൻ ഇവിടെ ചെയ്തത് അതിന്റെ ഒരു കോമ്പിനേഷൻസ് ഉപയോഗിച്ചതേ ഉള്ളൂ. എന്തോ എടാ, ഒരെണ്ണോടെ കഴിഞ്ഞ നമുക്ക് നിർത്താം. ഒറ്റെണ്ണം ലാസ്റ്റ്. ഇത് കണ്ടോ? അതുപോലെ പല പല സ്കെച്ചിനകത്ത് ഫീച്ചേഴ്സിനകത്ത് പോയിട്ട് കോമ്പോസിറ്റ് കർവ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് കർവായിട്ടത് ഇത്, സെക്കൻഡ് കർവായിട്ട് ഇത്, തേർഡ് കർവായിട്ട് 3D സ്കെച്ച്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ഒറ്റ കർവായത് കണ്ടോ? അതാണ് കോമ്പോസിറ്റ് കർവ്. മനസ്സിലായോ? ഈ രണ്ട് ടൂണും കൂടെ, കർവ് ത്രൂ XYZും കർവ് ത്രൂ റെഫറൻസ് പോയിന്റും. കർവ് ത്രൂ XYZ ഭയങ്കര സിമ്പിളാണ്. നമ്മളിത് ഇവിടെ കോർഡിനേറ്റ് വാല്യൂ പറഞ്ഞു കൊടുക്കുക. 0 0 0 125 XYZ കോർഡിനേറ്റ് വാല്യൂ കേട്ടോ. 125 250
320. എന്നിട്ട് അടുത്തത് വീണ്ടും എക്സ് വൈ സെഡ് 250, 355, 480. നോക്കി നമ്മൾ ഈ കൊടുക്കുന്ന കോർഡിനേറ്റ് വാല്യൂ കൂടെ പുതിയൊരു പ്ലെയിൻ ക്രിയേറ്റ് ആയതുണ്ടോ? അത് ഈ പ്ലെയിൻ ഇതല്ലേ കർവ് ക്രിയേറ്റ് ചെയ്തതുണ്ടോ? ഓക്കെ. പിന്നെ വരുന്നൊരു ടൂളാണ് ഇതിനകത്ത് കർവ്സ് തീർന്നത് കൂടെ കാണിച്ച് കർവ് ത്രൂ റെഫറൻസ് പോയിന്റ്. കർവ് ത്രൂ റെഫറൻസ് പോയിന്റിനകത്ത് നമ്മൾ ചുമ്മാ ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ നോക്കി കർവ് ത്രൂ റെഫറൻസ് പോയിന്റിനകത്ത് ഞാൻ ദീ പോയിന്റിനെ ക്ലിക്ക് ചെയ്തു, ദീ പോയിന്റിനെ ക്ലിക്ക് ചെയ്തു, ദീ പോയിന്റ്, ദീ പോയിന്റ്, ദീ പോയിന്റ്. എന്താ സംഭവം? നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന പോയിന്റിലൂടെ റെഫറൻസ് കർവുകൾ ഉണ്ടായി വരികയാണ്. കണ്ട ഇതിനൊന്ന് ഹൈഡ് ചെയ്യാണ്. നമുക്ക് ഇതേപോലെ സ്വീപ്പ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കാം. 3D ആക്കാൻ വേണ്ടി ഇതേപോലത്തെ വൃത്തിയായിട്ട 3D ആയിട്ടുള്ള ഫിഗറുകൾ ഉണ്ടെങ്കിൽ അത് വരയ്ക്കാൻ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഈ സാധനം കണ്ടോ? അതാണ്. ഇപ്പം ഈ കർവ് ത്രൂ എക്സ് വൈ കർവ് ത്രൂ റെഫറൻസ് പോയിന്റ് എവിടെ ഉപയോഗിക്കണം അറിയാമോ? കർവ് ത്രൂ റെഫറൻസ് പോയിന്റ് അല്ല, കർവ് ത്രൂ എക്സ് വൈ സെഡ്. അതിന്റെ ഏറ്റവും നല്ല ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ എയർഫോയിൽ കണ്ടിട്ടില്ല? എയർഫോയിൽ എയർഫോയിൽ ഷേപ്പിലടാ. പിന്നെ നാക്ക 2412 എന്ന് പറയുന്ന ഒരു എയർഫോയിലിന്റെ ഷേപ്പാണ്. എന്നുവെച്ചാൽ മറ്റേ പ്ലെയിന്റെ വിങ്സ് ഒക്കെ ഇല്ലേ, അതിന്റെ ക്രോസ് സെക്ഷൻസ് ഒക്കെ എയർഫോയിൽ. ഹലോ പോയോ? ഹലോ ഇല്ല, ഈ സൈറ്റിന്റെ തോന്നുന്നു. സൈറ്റാ. ഇത് ഷേപ്പ് കണ്ടോ? അത് ഷേപ്പ്. അപ്പൊ ആ ഷേപ്പ് നമുക്ക് വരയ്ക്കാൻ വേണ്ടി ഇവിടെ ഇത് നമ്മുടെ മാക്സിമം അപ്രസ്റ്റ് ഒക്കെ കിട്ടുന്ന ഷേപ്പാണ്. അത് വരയ്ക്കാൻ വേണ്ടി കണ്ടോ, അത് ഓരോ ഷേപ്പ് ഉണ്ട്, ഓരോ എയർഫോയിലുണ്ട്. അത് അതിന്റെ അനുസരിച്ചുള്ള പോയിന്റുകൾ നമുക്ക് ഇവിടെ കിട്ടും ഇവരുടെ സൈറ്റിൽ നിന്ന്. കണ്ടോ? അപ്പോ അതിനു വേണ്ടി ഇതിപ്പോ നാക്ക ഇതിവിടെ വേറെ എടുത്ത്. അപ്പൊ അതിന്റെ പോയിന്റ് ഇവിടെ കിട്ടും. അപ്പൊ ഈ പോയിന്റ്സ് എടുത്ത് ഞാൻ എവിടെ പറഞ്ഞു കൊടുത്താലും എനിക്ക് ഈ കർവായി കർവ് ത്രൂ എക്സ് വൈസിനകത്ത് പറഞ്ഞു കൊടുത്താലും മതി. ഇവിടെ എക്സ് വൈയുടെ വാല്യൂ പറഞ്ഞു കൊടുത്താൽ മതി. സെഡിന് വാല്യൂ ഇല്ല, ഒരു പ്ലെയിനിൽ തന്നെയാണ് വരുന്നത്. മനസ്സിലായോ? അപ്പൊ അതൊക്കെ ഒരു ആപ്ലിക്കേഷൻ അതിന്റെ. കിട്ടിയ